തിരുവനന്തപുരം പൂവത്തൂരിൽ സ്കൂൾ ബസ് തോട്ടിലേക്ക് മറിഞ്ഞൊരു അപകടമുണ്ടായിരിക്കുന്നു. പൂവത്തൂർ ഗവൺമെന്റ് സ്കൂളിലെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അതിന്റെ ദൃശ്യങ്ങൾ ഞങ്ങൾ നേരത്തെ കാണിച്ചു. 21 കുട്ടികളാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് ഇപ്പോൾ അറിയുന്ന വിവരം. ഒരു കുട്ടിക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും ബാക്കിയുള്ളവർ സുരക്ഷിതരാണെന്നും അധ്യാപകർ അറിയിച്ചു. വാഹനത്തിന്റെ തകരാറ് മൂലമുണ്ടായ അപകടമെന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ. സൈഡ് വരുന്ന സമയത്ത് സ്റ്റിയറിംഗിന് കംപ്ലൈന്റ് കൊണ്ട് സ്റ്റാർട്ടായി ഓഫായി സ്റ്റാർട്ടാക്കിയപ്പോഴേ വണ്ടി തൂക്കി മറിഞ്ഞതാണ്. ചാലിന്റെ അകത്തോട്ട് മറിഞ്ഞ് അങ്ങനെ പിന്നെ ഒരു കൊച്ചിന് ചെറിയൊരു പരിക്കുണ്ട്. ബാക്കിയുള്ള പിള്ളേരെല്ലാം എത്തിച്ചിട്ടുണ്ട് സ്കൂളിൽ. 21 കുട്ടികളുണ്ട്. വേറെ കംപ്ലൈന്റ് ഒന്നുമില്ല. വണ്ടി കിടപ്പ് കണ്ട ടെൻഷൻ വരും, പക്ഷെ പേടിക്കണ്ട, ഒരു പിള്ളയ്ക്ക് മാത്രമേ കുഴപ്പമുള്ളൂ എന്നാണ് ടീച്ചർ പറഞ്ഞത്. ഗോപാൽ ശീല സനലുണ്ട്. ഗോപാൽ ശീല സനൽ, ഗുഡ് മോർണിംഗ്. ഗോപാൽ ശീല സനൽ, നമ്മൾ തിരുവനന്തപുരത്തേര് പറയുമ്പോൾ പുള്ള എന്നൊക്കെയാണ് പറയുക അല്ലേ? അപ്പോൾ ടീച്ചർ പറഞ്ഞ പോലെ ഒരു പിള്ളയ്ക്ക് മാത്രമേ കുഴപ്പമുള്ളൂ, ആശങ്ക വേണ്ട സാഹചര്യമില്ല എന്നാണ്. എന്താണ് സംഭവിച്ചത് ഗോപാൽ? അരുൺ, ഇന്ന് രാവിലെയാണ് ഈ സംഭവം. വിദ്യാർത്ഥികളുമായി സ്കൂളിലേക്ക് പോവുകയായിരുന്നു ഈ സ്കൂൾ വാൻ. സാധാരണഗതിയിൽ സ്കൂൾ വാൻ എന്തെങ്കിലും തകരാറുള്ളപ്പോഴോ അല്ലെങ്കിൽ അത് അവൈലബിൾ അല്ലാത്ത സമയത്തോ പുറത്തു നിന്ന് സ്വകാര്യ വാഹനത്തെ വിളിക്കാറുണ്ട്. അത്തരത്തിൽ പൂവത്തൂർ LMS UPS സ്കൂളിൽ വിളിച്ച സ്വകാര്യ വാഹനം, ആ വാഹനം കുട്ടികളുമായി വരുന്ന വഴിക്ക് ഇത്തരത്തിൽ തോട്ടിലേക്ക് മറിയുകയായിരുന്നു. പൂവത്തൂർ മേക്കൊല്ല ഭഗവതി ക്ഷേത്രത്തിന് സമീപത്തുള്ള കനാലിലേക്കാണ് ഈ വാഹനം മറിഞ്ഞത്. ഇടുങ്ങിയ റോഡായതിനാൽ തന്നെ ആ ഭാഗത്ത് വെച്ച് ഈ വാഹനം ഓഫ് ആവുകയും പിന്നീട് ഓണാക്കി സ്റ്റിയറിംഗ് തിരിച്ചപ്പോൾ പെട്ടെന്ന് ഈ വാഹനം തോട്ടിലേക്ക് മറിയുകയായിരുന്നു എന്നതാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കണ്ട അധ്യാപിക നമ്മളോട് വ്യക്തമാക്കുന്നത്. പക്ഷേ ഏറ്റവും ആശ്വാസകരമായ കാര്യം, ഒരു കുട്ടിക്ക് പോലും വലിയ രീതിയിലുള്ള പരിക്കില്ല എന്നുള്ളതാണ്. 21 കുഞ്ഞുങ്ങളാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ ഒരു കുഞ്ഞിന് നേരിയ പരിക്കുണ്ട്. ബാക്കി 20 പേരും സുരക്ഷിതരാണ്. എങ്കിൽ പോലും എല്ലാവരെയും പ്രാഥമിക പരിശോധനയ്ക്ക് വേണ്ടിയിട്ടും ചികിത്സയ്ക്കും വേണ്ടിയിട്ടും തിരുവനന്തപുരം കാരക്കോണം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നിട്ട് കുട്ടികളെല്ലാം വല്ലാതെ ഭയന്നിട്ടുണ്ട് എന്നതാണ് അധ്യാപകർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഒന്ന് നോർമലാകുന്നവരെ ആശുപത്രിയിൽ ഒന്ന് ചികിത്സിച്ച് ഇവരെ അല്പനേരം കഴിയുമ്പോൾ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യും എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു വലിയ അപകടമാണ് ഒഴിവായി പോയത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇടുങ്ങിയ വഴിയാണ്, നിറയെ വെള്ളം ഉണ്ടായിരുന്നു. വേനൽക്കാലമായതിനാൽ തന്നെ കനാലിൽ നിറയെ വെള്ളം തുറന്നു വിട്ടിരിക്കുന്ന സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു അപകടം ഒഴിഞ്ഞുപോയി എന്ന് വേണം പറയാൻ. അതിന് സമയോചിതമായ ഇടപെടൽ നാട്ടുകാരും അധ്യാപകരും അടക്കമുള്ളവരുടെ സമയോചിതമായ ഇടപെടൽ ഉണ്ടായിരുന്നു. എന്താണെങ്കിലും വളരെ ആശ്വാസകരമായ വാർത്തയാണ്. അപകടമുണ്ടായി എങ്കിൽ പോലും എല്ലാ കുഞ്ഞുങ്ങളും സുരക്ഷിതരാണ്. ആരും ആശങ്കപ്പെടേണ്ടതില്ല. രക്ഷകർത്താക്കളാണെങ്കിലും പ്രദേശവാസികളാണെങ്കിലും ആരും ആശങ്കപ്പെടേണ്ടതില്ല എന്നതാണ് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഡോക്ടർ, ഓക്കെ, താങ്ക് യു. ഗോപാൽ ശീല സനലാണ് വിവരങ്ങൾ നൽകിയത്.